ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പറ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് അമ്പലത്തിലത്തെ ആട്ടോ പറ വരുന്നത്. ഗുരുവായൂരുള്ളതാണ്. അപ്പോൾ അവിടുത്തെ പറയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടൊക്കെ നന്നായിട്ട് ക്ലീനൊക്കെ ആക്കി. അപ്പോൾ എനിക്ക് കിട്ടിയ ടാസ്ക്കാണ് വിളക്കും അതേപോലെ പറയൊക്കെ തുടച്ച് ക്ലീനാക്കി വെക്കണം. കഴിഞ്ഞിട്ട് വാഴയിലൊക്കെ മുറിച്ച് കൊണ്ടുവരണം. അപ്പോൾ പറയൊക്കെ വെക്കുമ്പോൾ അടിയിലൊക്കെ വെക്കാനും പൂവൊക്കെ അറുത്തിടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തുളസിയിലും പൂക്കൾ വേണമല്ലോ, തുളസിയിലും അതേപോലെ ചെമ്പരത്തിയും അങ്ങനെ അവിടെയുള്ള പൂക്കളൊക്കെ ഞാൻ നമുക്ക് ഇടാൻ പറ്റുന്നതൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അത് കുങ്കുമം കുങ്കുമത്തിൻ്റെ പൂവൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ അണിയാനായിട്ടുള്ള അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കിയിട്ട് ഞാൻ ഇവിടെ തന്നെ പറ വരുന്നതാണ് പറഞ്ഞിരുന്നു. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം സെറ്റാവണമല്ലോ. 11 മണിക്കൊന്നും പറ വന്നിട്ടുണ്ടായിരുന്നില്ല. 3 മണി 5 മണിയൊക്കെ ആയിട്ടോ ലാസ്റ്റ് നമുക്ക് വിവരം അറിയുമ്പോൾ കുറച്ച് ലേറ്റ് ആയി. അപ്പോഴേക്കും നമ്മളെല്ലാ കാര്യങ്ങളും 11 മണിക്ക് പറ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പറ വന്നത് ഒരു 4 മണി 4:30 കൂടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് 3 മണി 4 മണിയൊക്കെ ആയി. അപ്പോഴേക്കും നമുക്കിടെ ചുറ്റും ഈ കൊട്ടണ സൗണ്ടൊക്കെ കേട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്നുകൂടിയൊക്കെ സെറ്റായി പറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് വിജയേട്ടൻ പൂക്കുലയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നമ്മുടെ വീട്ടിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൊട്ടിയിട്ടാണ് അവർ വരിക. അങ്ങനെ അവർ വന്നു കേട്ടോ. പിന്നെ അതിലത്തെ ഒരു ചേട്ടൻ വന്നിട്ട് വേഗം അണിഞ്ഞു. അതേപോലെ പറ ചൊരിയാനുള്ളതൊക്കെ നെല്ലൊക്കെ ആക്കി വെച്ചു. അങ്ങനെ അവരെന്നെ എല്ലാം സെറ്റാക്കി വെക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനില്ല. എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അവർ വന്നതിന് ശേഷമാണ് അവർ തന്നെയാണ് എല്ലാം ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വിളക്കൊക്കെ കത്തിച്ചു. അതേപോലെ വെളിച്ചപ്പാടിനെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആരതി കുഴിയണമല്ലോ. അപ്പോൾ വിളക്കും തട്ടൊക്കെ ആയിട്ട് അമ്മയും അച്ഛമ്മയൊക്കെ പോയിട്ട് വെൽക്കമിങ് എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് അമ്മ പറ ചെരിയാൻ നിൽക്കുകയാണ്. അപ്പോൾ പറയൊക്കെ ചെരിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് വെളിച്ചപ്പാട് വീട്ടിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മുടെ വീണ്ടും ഉള്ളിലേക്ക് ദേവി വരും. ദേവി കയറുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ കയറി വന്നിട്ട് നമ്മൾ സ്വാമി റൂമിൻ്റെ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളെ വന്നിട്ട് അനുഗ്രഹിക്കും. നമ്മുടെ വാണ്ട മൂടിലും പട്ടമൊക്കെ നമ്മുടെ മേലിൽ അതൊക്കെ ആക്കിയിട്ട് നമ്മളെ നന്നായിട്ട് അനുഗ്രഹിച്ചിട്ട് അവർ പോവുകയാണ് കേട്ടോ ചെയ്യുക. ദേവി ഉള്ളിലേക്ക് കയറുന്ന സമയത്തൊക്കെ അവിടെ പുറത്ത് അവർ പാട്ടൊക്കെ പാടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അവരെല്ലാവരും പോയി. അതൊക്കെ അച്ചമ്മ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ചമ്മയും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അച്ചമ്മയും അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ.